മഹാഭാരത കഥാസാരത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരുമായ നമ്മൾ മലയാളികൾ എന്നും അഭിമാനിക്കുന്ന ഒന്നാണ് നമ്മുടെ വിദ്യ. എന്നാൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം ഈ കേരള ഭൂമിയിൽ അപമാനകരമാം വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ പാലിൻ്റെ മാധുര്യവും അച്ഛൻ്റെ നെഞ്ചിൻ്റെ ചൂടും മറക്കുന്ന മക്കൾ തീർച്ചയായും നമുക്കൊരു അപമാനമാണ്, അന്തസ്സല്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോടും സമൂഹത്തോടുമുള്ള ഒരു സമർപ്പണമാകട്ടെ ഈ എപ്പിസോഡ്. ബന്ധങ്ങളുടെ ഐക്യവും തകർച്ചയും ഒരുപോലെ കാണിക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് മഹാഭാരതം. ഈ യാത്ര നമുക്ക് തുടരാം. ഈ യാത്രയിൽ നമ്മെ കൈപ്പിടിച്ച് നടത്താൻ ഇവിടെ എത്തിയിരിക്കുന്നത് ബ്രഹ്മകുമാരീസ് കോഴിക്കോട് സഹസഞ്ചാലികയായിരിക്കുന്ന ബ്രഹ്മകുമാരി ഷീബ സിസ്റ്ററാണ്. സിസ്റ്റർ, നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ശാന്തി. സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ മഹത്തായ ഒരു പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു തുടങ്ങി വെച്ചത്. അതിൽ നമ്മൾ ബ്രഹ്മയജ്ഞം മനസ്സിലാക്കി, പിതൃയജ്ഞം മനസ്സിലാക്കി. ശരിക്കും പിതൃയജ്ഞത്തിൻ്റെ ആ ഒരു ആവശ്യകതയും അതുപോലെ ബ്രഹ്മയജ്ഞം നമ്മൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെല്ലാം നമുക്ക് മനസ്സിലായി. ഇനി ബാക്കി 3 യജ്ഞങ്ങളെക്കുറിച്ച് കൂടി സിസ്റ്റർ നമുക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കണം. ഞാൻ ബ്രഹ്മയജ്ഞം പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് എൻ്റെ മൈൻഡിൽ വന്നിരുന്നു, പിന്നീട് ഓർത്തപ്പോൾ അതിനെക്കുറിച്ച് അതുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നത്തെ ലോകത്ത് ഡേ ബൈ ഡേ മനുഷ്യന്മാരുള്ളിലെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുള്ള ജീവിതം ആരംഭിച്ചപ്പോൾ ഈശ്വരനോടുള്ള ഒരു കൺസെപ്റ്റിൽ വളരെയധികം ഡിഫറൻസ് മനുഷ്യന് വന്നു കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭക്തി വർദ്ധിക്കുകയാണ്. മീൻസ് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പള്ളികളുടെ എണ്ണം, അത് ഇസ്ലാം പള്ളി ആയിക്കോട്ടെ, ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ, ക്ഷേത്രങ്ങളായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും പുനരുദ്ധാരണം. മുക്കിലും മൂലയിലും എവിടെ നോക്കിയാലും നമുക്ക് ക്ഷേത്രങ്ങൾ, ഒന്നുകിൽ ക്ഷേത്രം അല്ലെങ്കിൽ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു മോസ്ക്, ഇങ്ങനെ എല്ലാം നമുക്ക് കാണാൻ കിട്ടുന്നൊരവസ്ഥ നമുക്ക് നോക്കിയാൽ തോന്നിപ്പോവും ലോകത്ത് ഒരു ഓറൽ വ്യൂവിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് തോന്നിപ്പോവും ലോകത്ത് ഭക്തി കൂടുകയാണ്. പക്ഷേ ഭക്തിയുടെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം, ഭക്തിയുടെ പ്രിൻസിപ്പിൾ തന്നെ പറയുന്നത് സ്നേഹവും സമർപ്പണവുമാണ്. സ്നേഹവും സമർപ്പണവും നോക്കിക്കഴിഞ്ഞാലോ ഇന്ന് മനുഷ്യൻ്റെ മനസ്സിൽ കുറയുകയാണ് ചെയ്യുന്നത്. അത് ഈശ്വരനോടുള്ള കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലാണെങ്കിലും. കാരണം പലപ്പോഴും സ്നേഹം എന്ന മൂല്യത്തിന് മനുഷ്യൻ മനസ്സിലാക്കുന്ന തലങ്ങൾ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്നേഹം എന്നത് ഒരു അമൂല്യമായിരിക്കുന്ന നിധി പോലെയാണ്. അത് കറയില്ലാത്തൊരു രത്നമാണ്. പക്ഷേ ഇന്നത് കറ പിടിച്ച പോലെയായി പോയി കഴിഞ്ഞു. ദേഹബോധത്തിൻ്റെ അതിപ്രസരം വന്നതോട് കൂടിയിട്ട് മനുഷ്യന്മാർ ഭഗവാന്റെ അടുത്ത് എത്രയോ ദൂരേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഉറച്ച പ്രതലത്തിലെ ഒരു മനുഷ്യന് സ്വസ്ഥമായിട്ട് നടക്കാൻ സാധിക്കുള്ളൂ. ഒരിളകുന്ന തലത്തിലൂടെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എവിടെയെങ്കിലും പിടിച്ച് തൂങ്ങി നടക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ അവർ വീഴും, നടക്കാൻ പറ്റില്ല. ഭൂമികളൊക്കെ ഉണ്ടാകുന്ന സമയത്തോ നമ്മൾ താങ്ങി നിൽക്കുന്ന ഈ ഭൂമി ഒന്ന് ഇളകിയപ്പോൾ എല്ലാ ബിൽഡിങ്ങുകളും, എത്ര തന്നെ സ്ട്രോങ് ആക്കി ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളും എത്ര നില ഉയർത്തിയതാണെങ്കിലും അതിനുള്ളിൽ ഉപയോഗിച്ച സാധനങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചയാണ്. എന്നുവെച്ചാൽ ഇളകാത്ത തലത്തിലെ ഒരാൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. ആ ഇളകാത്ത തലമാണ് വാസ്തവത്തിലെ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, ബ്രഹ്മം സത്യം ജഗത് മിഥ്യ. ബ്രഹ്മം സത്യം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈശ്വരൻ എന്ന് വെച്ചാൽ മാറ്റമില്ലാത്തതാണ്. ആ പരമമായിരിക്കുന്ന ശക്തി അതെല്ലാ സമയത്തും ആ പരമപ്രകാശം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് യാതൊരു വാല്യൂസിനും ഒരു ചേഞ്ചും ഇല്ല. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കർമ്മത്തെ ആ ബ്രഹ്മയജ്ഞത്തിൻ്റെ ആധാരത്തിൽ ജീവിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഭഗവാന്റെ ആധാരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഈശ്വരൻ്റെ ഗൈഡൻസിൻ്റെ ആധാരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇളക്കമില്ലാത്ത തലങ്ങളുള്ളതായിട്ടുള്ള യാത്രയായിരിക്കും. അല്ലെങ്കിൽ എത്ര തന്നെ വലിയ കൊട്ടാരം കെട്ടിയുണ്ടാക്കിയാലും കാര്യമില്ല, ഒരു സമയം വരുമ്പോൾ അടിയിളകും, എല്ലാം അവിടെ അവസാനിക്കും. ഈ പോയിന്റ് ബ്രഹ്മയജ്ഞത്തിൽ വളരെ അത്യാവശ്യമാണ് എന്നെനിക്ക് നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയതുകൊണ്ട് അതുകൊണ്ട് ആഡ് ചെയ്യുന്നതാണ്. അതേപോലെ മാതാപിതാക്കളുള്ളതായിട്ടുള്ള കുട്ടികളുടെ ഒന്ന് കൊണ്ടാക്കുന്ന കാര്യം വൃദ്ധസദനത്തിൽ, അതിലപ്പുറം ഒന്നിച്ച് ജീവിക്കുമ്പോൾ പോലും അവരുള്ളതായിട്ടുള്ള അവഗണന, അത് ജനറേഷൻ ഗ്യാപ്പ് എന്ന പേരിട്ട് ഓമന പേരിട്ട് വിളിച്ചാലും
അച്ഛനും അമ്മയും ടെക്നോളജി അറിയാത്തവരാണ്, നമ്മളിന്ന് ടെക്നോളജിയുടെ ലോകത്തുള്ളവരാണ്. നമ്മൾ ന്യൂജൻ എന്ന് പേരിട്ട് വിളിച്ചാലും, നിങ്ങൾ എന്തോ അമ്മനെ പേരിട്ട് വിളിച്ചാലും, നമുക്ക് നമ്മുടെ ഒരു സ്ഥലത്ത് നിന്ന് എന്ത് കാര്യം ചെയ്യേണ്ടതുണ്ടോ അത് ചെയ്താൽ തന്നെ നമ്മുടെ ഉയർച്ച ഉണ്ടാവുള്ളൂ. ഒരു ചെടിയുടെ തലയ്ക്ക് നമ്മൾ എത്ര തന്നെ ഹോർമോൺ അടിച്ചു കൊടുത്താലും, എത്ര പൂക്കളും ഇലകളൊക്കെ നനച്ചു കൊടുത്തിട്ട് അടിയിൽ വെള്ളം കൊടുക്കാതിരുന്ന ആ ചെടി ഒരിക്കലും വളരില്ല. ആ ചെടി കണക്കാണ് ആ പൂ കൊഴിയും ഇല കൊഴിയും അങ്ങ് ഉണങ്ങിപ്പോവുകയുള്ളൂ. അതുപോലെ ആ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന സമയം വരുമ്പോൾ നമ്മൾ നമ്മുടെ അവസ്ഥ മറന്നു പോയി കഴിഞ്ഞാൽ മാതാപിതാക്കളുള്ള കർത്തവ്യം മറക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ സയൻസിൻ്റെ സാധനങ്ങൾ ലോകത്തെ സുഖത്തിന് വേണ്ടി എന്തൊക്കെ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ. ഇന്ന് ഓരോ ശാസ്ത്രജ്ഞനും അവൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ മനുഷ്യന്മാർക്ക് സുഖം കൊടുക്കാൻ വേണ്ടി കണ്ടെത്തിയ സാധനങ്ങളുടെ എണ്ണം അൺലിമിറ്റഡ് ആണ്. അത് ദിനം പ്രതിദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ലോകത്ത് സുഖവും ശാന്തിയും സന്തോഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കാലത്തൊക്കെ വീടുകളിലൊരു അവസരം, ഒരു ഒഴിവ് കിട്ടിയാൽ വീട്ടിലെല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ചിരിച്ച് കളിച്ചിരിക്കുക എന്നുള്ള ആനന്ദമാണ്. ഇന്നത്തെ കാലത്ത് വീടടച്ചു പൂട്ടി എവിടേക്കെങ്കിലും നമുക്ക് പോകുക എന്നുള്ളതാണ്. കാരണം ഒന്നിച്ചിരുന്നാൽ ഒന്നും പറഞ്ഞ് 2 വാക്ക് കഴിയുമ്പോൾ അവിടെ തർക്കാവും. അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ചിരിക്കാതെ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ കാര്യങ്ങൾ കണ്ട് ഒരു ടൂർ പോയി നമ്മളെല്ലാവരും കൂടി ഐക്യം ഒന്ന് ഒന്നിപ്പിക്കുക. ഇന്ന് മോഡേൺ ചിന്താഗതി അങ്ങനെയല്ലേ, നമുക്ക് എല്ലാവരും കൂടി ഒരു യാത്ര പോവുക, അപ്പോൾ എല്ലാം മറക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാലോ, ഇവിടെ വന്നാലോ വീണ്ടും അതേ ആൾ തന്നെയല്ലേ, അതേ സ്ഥലത്തേക്കല്ലേ വരണ്ടേ. അപ്പം അതുകൊണ്ട് റിയാലിറ്റിയിൽ നിന്ന് മാറി ഒരു യാത്ര, എന്താണോ ചിന്തിക്കേണ്ടത് അത് ചിന്തിക്കാതിരിക്കുകയും മറയ്ക്കാൻ വേണ്ടിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന ഒരു ലോകത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ യജ്ഞങ്ങളുടെ. നമ്മുടെ ജീവിതത്തിനൊരു ചിട്ട, ഒരു നീതി, ഒരു മൂല്യം, ഒരു ബോധം ഒക്കെ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിച്ച കർണന്മാർ നമുക്ക് ജീവിച്ച് കാണിച്ച് തന്നിട്ടുണ്ട്. അതിന് ഏതെങ്കിലും ഒരു രീതിയിൽ ആ മൂല്യത്തിൻ്റെ ആധാരത്തിലല്ല ജീവിതമെങ്കിൽ യാതൊരു സംശയവുമില്ല, ദിവസം കഴിയും തോറും ലോകത്തിൻ്റെ അവസ്ഥ ഇന്ന് ഇത്രമാത്രം കാണുമ്പോൾ പുറമെ ഭയങ്കര പുറമോടിയാണ്. പറയുമ്പോൾ സുകുമാര കലകൾക്ക്, രാവണൻ്റെ ലങ്കയെക്കുറിച്ച് രാമായണത്തിൽ പറയും പോലെയാണ്. സുകുമാര കലകൾക്കുള്ള പ്രാധാന്യം എത്രമാത്രമാണ്. എത്ര മ്യൂസിക്കൽ റിയാലിറ്റി ഷോസ് നടന്നുകൊണ്ടിരിക്കുന്നു, ഡാൻസ് റിയാലിറ്റി ഷോ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ലോകത്തെല്ലാവരുടെ കലകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സുകുമാര കലകൾക്കുള്ള പ്രാധാന്യവും കൂടിയിരിക്കുന്നു. ഇവിടെ മനുഷ്യന്മാർ ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ആയുധങ്ങളുടെ ആയോധന കലയുള്ളതായിട്ടുള്ള പ്രാവീണ്യം മനുഷ്യന് പണ്ട് വാളാണെങ്കിൽ ഇന്ന് ഒരൊറ്റ ബോംബ് കൊണ്ട് ലോകം കത്തിച്ച് കളയാൻ വിധ സാധനം ആയോധന കലയും അതിൻ്റെ മാക്സിമത്തിലാണ്. മനുഷ്യന്മാരുടെ വാചാശക്തി അതിൻ്റെ എത്രയോ മടങ്ങാണ്. വേണമെങ്കിൽ ഒരാളെ കൊല്ലാൻ പോകുമ്പോൾ പോലും സന്തോഷത്തോടെ ചിരിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലുന്നൊരു കാലഘട്ടമായി. ആ ശക്തിയും മനുഷ്യന് ഒരുപാടായിരിക്കുന്നു. പക്ഷേ എല്ലാതുണ്ടെങ്കിലും സുഖവും ശാന്തിയും ഇല്ലാത്ത ലോകം, അതായിരുന്നു രാവണൻ്റെ ലങ്കയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് അങ്ങനൊരു ലോകമായിട്ട് ഇന്ന് ഈ ലോകം മാറിയെങ്കിൽ അതിൻ്റെ കാരണം മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതായിരിക്കുന്ന തൻ്റെ മാതാപിതാക്കളുടെ അടുത്ത്, തൻ്റെ സമൂഹത്തിനോട്, നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള സൊസൈറ്റിയിൽ, നമുക്ക് രാജ്യത്തിനോട് എല്ലാം ഒരു ജന്മം ജനിച്ച് ഈ ഭൂമിയിൽ നമ്മൾ വരിക എന്ന് വെച്ചാൽ അർത്ഥം ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം എൻ്റെ കർമ്മം എന്തെന്ന് തിരഞ്ഞെടുക്കാനും അതിനുവേണ്ടി മനസ്സിലാക്കാനും എൻ്റെ ഗോൾ സെറ്റ് ചെയ്യാനും ഈ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാനും വേണ്ടി തിരഞ്ഞെടുക്കുന്നതിന് പകരം മനുഷ്യന്മാർ വ്യതിചലിച്ചു പോകുന്നത് ഇത്തരത്തിലുള്ള മൂല്യങ്ങളെ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചമഹായജ്ഞങ്ങളുടെ രൂപത്തിൽ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് ഒരുപക്ഷെ ഋഷിമുനിമാർ എഴുതി. അപ്പോൾ ഈ മൂല്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ജീവിതത്തിൽ പകർത്താനും വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വേദങ്ങളിലും പഞ്ചമഹായജ്ഞങ്ങളിലും ഒക്കെ എഴുതി വെച്ചിട്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പഠനങ്ങൾ, ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ ഇത് നമുക്ക് എങ്ങനെയാണ് അവൈലബിൾ ആയിരിക്കുക? അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ വേദങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സ്കൂളുകളിൽ അത് പഠിപ്പിക്കുന്നില്ല. അതേപോലെ നമ്മുടെ ഓരോ രീതിയിൽ ഇപ്പം മറ്റുള്ള ധർമ്മങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവരൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ വേദങ്ങളിൽ ഈ പറയുന്ന പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് നമുക്ക് ഇൻ ജനറലായിട്ട് ഇപ്പോൾ നമ്മുടെ ബ്രഹ്മകുമാരിസിലോ അല്ലെ അങ്ങനെ ഏതെങ്കിലും സിസ്റ്റം പഠിപ്പിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്? ഇന്ന് വേദം പഠിക്കുക എന്നുള്ളത് അത്ര എത്താൻ പറ്റാത്തൊരു ശാഖയൊന്നുമല്ല. ഒരുപാട് സ്ഥാനങ്ങളുണ്ട് പഠിക്കാൻ. അതിൽ ഞാൻ പറയുകയാണ്, പഠിക്കുക എന്ന് വെച്ചാൽ അർത്ഥം അന്ധമായിട്ട് പഠിക്കലല്ല, ഈ കണ്ണ് തുറന്നിട്ട് വേണം എന്തും പഠിക്കണമെങ്കിൽ. കാരണം നമ്മൾ ഒരിക്കലും അത് ഒന്നിൻ്റെ ഒറിജിനലായിട്ടുള്ള ഫോമിലേക്ക് എത്തുന്നില്ല. എല്ലാത്തിനും മാറി മാറി വന്നതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു ലക്ഷ്യം,
വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു എപ്പിസോഡിൽ കണ്ടില്ലേ, കാക്കയെടുത്ത് വെള്ളത്തിൽ കല്ലിട്ട് കുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു കഥ പറഞ്ഞപ്പോൾ അതിനുള്ള സാരം ഉണ്ടായിരുന്നു. സാരം മനസ്സിലാക്കാനുള്ള വേണമെങ്കിൽ എന്ത് വേണ്ടി വരും, നമ്മൾ ഈ കണ്ണ് ഓപ്പൺ ആക്കേണ്ടി വരും. ഈ കണ്ണ് ഓപ്പൺ ആക്കാനുള്ളതായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ലോകത്തുണ്ട്. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഇത് ഫ്രീ ആയി തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് മൂല്യങ്ങളുടെ ആധാരത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത്. അതുകൊണ്ട് പഞ്ചമഹായജ്ഞങ്ങളുടെ സാരം നമ്മളെന്താ പറയുന്നത്, മൂല്യത്തിൻ്റെ ആധാരത്തിൽ ജീവിക്കൂ എന്നാണ് പറയുന്നത്. അതിനുള്ള ട്രെയിനിങ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ മൂല്യങ്ങളാണ് നമ്മുടെ ഈ പഞ്ചമഹായജ്ഞങ്ങളിൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ കാര്യം നമ്മൾ കണ്ടിരുന്നു, ബ്രഹ്മയജ്ഞം പഠിച്ചു, പിതൃയജ്ഞം നമ്മൾ കണ്ടു. അത് നമ്മൾ പിതൃക്കളോടുള്ള മൂല്യം നമ്മൾ കാത്തു സൂക്ഷിക്കും, മാതാപിതാക്കളോടുള്ള ഈശ്വരനോടുള്ള കടമ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞത് മൂന്നാമത് ഇനി വരാൻ പോകുന്നത്, മൂന്നാമത്തെ വരാൻ പോകുന്ന യജ്ഞം എന്ന് പറഞ്ഞാൽ ദൈവയജ്ഞം. ദൈവയജ്ഞം അത് ആരോടുള്ള കടമയാണ്? പറയും നമ്മൾ ദൈവാത്മാക്കൾ. ഈ ഭാരതഭൂമി ദേവഭൂമിയായിരുന്നു. അതുകൊണ്ട് ഒരു യജ്ഞം നടത്തുമ്പോൾ, യാഗം നടത്തുമ്പോൾ അതിൽ ഹവിസർപ്പിക്കുക. ഇത് ദേവന്മാർക്കുള്ള ഭാഗം, ദേവോഭാഗം, ദേവന്മാർക്കുള്ളതായിരിക്കുന്ന ഭാഗം. എന്നുവെച്ചാൽ വാസ്തവത്തിൽ ഈ ഭാരതഭൂമി ദേവഭൂമിയായിരുന്നു എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, ദേവന്മാർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ദേനേവാല ദേവത എന്നാണ് അർത്ഥം. മൂല്യങ്ങളും ഗുണങ്ങളും നിറഞ്ഞതായിരുന്നു ഈ ഭാരതഭൂമി. ഭാസിൽ രമിക്കുന്ന ദേശം എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ ഭാരതം എന്ന് പേര് വിളിച്ചത് തന്നെ. ഭാസിൽ രമിക്കുക എന്ന് വെച്ചാൽ അർത്ഥം പ്രകാശത്തിൽ രമിക്കുന്ന നാട് എന്നർത്ഥം. ഏത് പ്രകാശം? ബാഹ്യപ്രപഞ്ചത്തിൻ്റെ പ്രകാശത്തിലല്ല, നമ്മുടെ അന്തരാത്മാവിനുള്ള പ്രകാശം കൊണ്ട് എന്നുവെച്ചാൽ ആത്മാവിൻ്റെ ഒറിജിനലായിരിക്കുന്ന സപ്തഗുണങ്ങൾ 100% പ്രകാശിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഭാരതഭൂമിയുടെ ആദ്യ കാലഘട്ടം. ആ ഭാരതഭൂമിയിൽ ശ്രേഷ്ഠമായിരിക്കുന്ന മര്യാദ പുരുഷോത്തമൻ എന്നാണ് ദേവതയെക്കുറിച്ച് പറയുന്നത് തന്നെ. മര്യാദ പുരുഷോത്തമൻ എന്താർത്ഥം? എല്ലാ മര്യാദകളിലും ഉത്തമനായിരിക്കുന്ന പുരുഷൻ. മര്യാദകൾ കൊണ്ടാണ് ഒരാൾ ഉത്തമനാകുന്നത്. അങ്ങനെയുള്ള ഉത്തമ പുരുഷന്മാരെയാണെന്ന് വിളിക്കുന്നത് ദേവത എന്ന് പറയുന്നത്. ദേവത മീൻസ് കൊടുക്കുന്നവൻ എന്നർത്ഥം. എൻ്റെ ഉള്ളിൽ ഉത്തമമാണ് എങ്കിൽ മാത്രമേ, മനുഷ്യന്മാരുടെ ക്വാളിറ്റി പറയുമ്പോൾ നമ്മൾ പറയില്ലേ ഉത്തമൻ, മധ്യമൻ, അധമൻ എന്ന് പറയും. ഒരാളുടെ കർമ്മം ശ്രേഷ്ഠമായ നമ്മൾ അവരെ പറയും ഉത്തമൻ എന്ന് പറയും. മിക്സഡ് ആകുമ്പോൾ നമ്മൾ പറയാം അവരെ മധ്യമം എന്ന് പറയും. മനുഷ്യന്മാരെ മധ്യമം എന്നല്ലേ പറയുക. അതേസമയം ആ മനുഷ്യൻ അവന്റെ മൂല്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കാൻ തുടങ്ങി നമ്മൾ എന്താ വിളിക്കുക, അധമനാണ് അവൻ എന്നാ പറയുക. അപ്പൊ ഈ അവസ്ഥയിൽ ഉത്തമമായിരിക്കുന്ന അവസ്ഥയിലാണ് ആര്, ദേവന്മാര്. അപ്പോ ദേവയജ്ഞം എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ദേവനെ പൂജിക്കുക എന്നുള്ളത് മാത്രമല്ല. ഞാൻ ലക്ഷ്മി നാരായണന്മാരെ പൂജിക്കുന്നുണ്ട്, ശ്രീകൃഷ്ണനെ പൂജിക്കുന്നുണ്ട്, മറ്റ് ദേവി ദേവന്മാരെ ഞാൻ പൂജിക്കുന്നുണ്ട്. പക്ഷെ ആ പൂജിക്കുന്നതിന് വേറൊരു അർത്ഥമുണ്ട്. ഭക്തിയിൽ പറയും സാലോക്യം എന്ന് പറയും, സാലോക്യം, സായുജ്യം എന്നൊക്കെ പറയും. ഞാൻ ഏത് ദേവനെ ദേവിയെ സ്നേഹിക്കുന്നുണ്ടോ അവരെ ഞാൻ ഓർമ്മിച്ച് അവരെപ്പോലെ ഞാൻ ആയിത്തീരുക, അതിനെയാണ് സായുജ്യം എന്ന് പറയുന്നത് തന്നെ. അപ്പം ഞാൻ ഓർക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ അവരുടെ രൂപം മാത്രം ഓർത്തുകൊണ്ടിരുന്ന ഞാൻ അവരുടെ ലോകത്തിൽ എത്തുമോ? ഇല്ല. അവരുടെ രൂപത്തെ ഓർക്കുക മീൻസ്, ഇപ്പം ഉദാഹരണം പറയാണ് ശ്രീരാമചന്ദ്ര പ്രഭു. ശ്രീരാമനെ നമ്മൾ ഓർമ്മിക്കുക എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ ശ്രീരാമൻ്റെ ഗുണമെന്തോ അത് എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രീരാമൻ പറഞ്ഞ ആത്മജ്ഞാനം, പരമാത്മജ്ഞാനം, ശ്രീരാമൻ നമുക്ക് കാണിച്ചു തന്നതായിട്ടുള്ള കർമ്മ പദ്ധതി, ശ്രീരാമൻ നമുക്ക് പഠിപ്പിച്ചതായിട്ടുള്ള സ്നേഹം, സമചിത്തത, ഈ വാല്യൂസിനെ എൻ്റെ ലൈഫിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മളെന്ത് പറയുന്നത്, ഞാൻ രാമഭക്തനാണെന്ന് പറയാനുള്ള യോഗ്യതയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ ദേവന്റെ ഗുണം എന്താണോ അത് എന്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ ദേവയജ്ഞം. അതാണ് യഥാർത്ഥ ഭക്തി. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ തന്നെ, ഭക്തി മീൻസ് ലവ് ആൻഡ് ഡിവോഷൻ ആണ്. സ്നേഹവും സമർപ്പണവും 100% ആവുമ്പോൾ അതിൻ്റെ പേരാണ് ഭക്തി. സ്നേഹത്തിന്റെ പ്രൂഫ് എന്താ? ഇന്നത്തെ ലോകത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഒരാൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്, അവർക്ക് നമ്മളോട് ഇഷ്ടം, നമുക്ക് അവരോട് ഇഷ്ടമാണെങ്കിൽ അവർക്ക് നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലാണോ കൂടുതൽ ഇഷ്ടം അതേപോലെ നമ്മൾ ഡ്രസ്സ് ഇടാൻ വേണ്ടി ശ്രമിക്കും. അവർക്ക് ഏത് ആഹാരമാണോ കൂടുതൽ ഇഷ്ടം ആ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നോക്കും. മീൻസ് ഇഷ്ടം, സ്നേഹം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവരുടെ ആവശ്യത്തിന് ഞാൻ എന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. ഡിവോഷൻ എന്ന് വെച്ചാൽ അതിനേക്കാളും ഉയർന്ന ഒരു സാധനം, സമർപ്പണമാണ് ഡിവോഷൻ മീൻസ്. അപ്പോൾ ഭക്തി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദേവന്റെ ഗുണം എന്തോ അതെന്നിൽ കൊണ്ടുവരിക. ശ്രീകൃഷ്ണന്റെ ഗുണം പറയുന്നത് എന്താണ്? മര്യാദ പുരുഷോത്തമൻ, സർവഗുണ സമ്പന്ന, 16 കലാ സമ്പൂർണ്ണ നിർവികാരി, അഹിംസ, പരമോധർമ്മ. അപ്പം ഞാൻ ശ്രീകൃഷ്ണ ഭക്തനാവുക എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താ അർത്ഥം? ശ്രീകൃഷ്ണനിൽ ഈ പറയുന്നതായിട്ടുള്ള ക്വാളിറ്റി എന്തുണ്ടോ അത് എൻ്റെ ലൈഫിലേക്ക് ഞാൻ നിറയ്ക്കുമ്പോഴാണ് ഞാൻ ശ്രീകൃഷ്ണ ഭക്തനാവുന്നത്.
ആ സമചിത്തതേനെ, ആ ക്ഷമേനെ, ആ ധൈര്യത്തിനെ, ആ ഒരു സഹനശീലതേനെ എൻ്റെ ലൈഫിൽ കൊണ്ടുവരുമ്പോഴാണ് ഞാൻ രാമഭക്തനാവുന്നത്. തിന്മയെ വധിക്കാനുള്ളതായിരിക്കുന്ന തിന്മയെ വധിക്കുകയും മനുഷ്യന്മാരെ തെറ്റിനെയാണ് നമ്മൾ വെറുക്കേണ്ടത്, മനുഷ്യന്മാരെയല്ല. അതുകൊണ്ട് തെറ്റിനെ വെറുക്കാനായിട്ടുള്ള മനോഭാവം തിന്മയെ ഇല്ലാതാക്കിയാൽ ദേവീഭക്തിയായി. മനസ്സിലായോ? ഇത്തരത്തിൽ ദേവയജ്ഞം മീൻസ് ഞാൻ ഏത് ദേവനെ ഏത് ദേവീനെ, ഹനുമാനെയാണെന്ന് വിചാരിച്ചോളൂ. ഹനുമാൻ ദേവനായിട്ട് പറയുന്നില്ലേ? ഹനുമാനെ പൂജിക്കുന്ന ഭക്തന്മാരും ഉണ്ട്. നമുക്ക് ഹനുമാന്റെ ഏറ്റവും വലിയ വിശേഷതയാണ് ഹനുമാന്റെ ഹൃദയം പിളർന്നപ്പോൾ കണ്ടത് ആരെയായിരുന്നു? ശ്രീരാമചന്ദ്രനെ. അനുമാനവും അഭിമാനവും ഇല്ലാതാക്കിയാലാണ് ഹനുമാനാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഭഗവാനെ അങ്ങയുടെ പാദസേവകൻ എന്നാണ് ഹനുമാൻ തന്നെ വിശേഷിപ്പിച്ചിരുന്നത്. ഞാൻ അങ്ങയുടെ ദാസൻ എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം തൻ്റെ കർത്തവ്യത്തിൽ ഭഗവാന്റെ മുന്നിലുള്ള സമ്പൂർണ്ണ സമർപ്പണം കൊണ്ട് ഓരോ ശ്വാസത്തിലും ഈശ്വരനെ ഓർത്തവൻ അവനാണ് ഹനുമാൻ. അത്തരത്തിൽ ഭഗവാനെ തൻ്റെ ഓരോ ശ്വാസത്തിലും ഓർക്കാൻ തുടങ്ങുമ്പോൾ തൻ്റെ മനസ്സിൽ നിന്ന് അനുമാനവും അഭിമാനവും ഇല്ലാതാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഹനുമൽ ഭക്തനായി. ഇതിൻ്റെ പേരാണ് ദേവയജ്ഞം എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന് ഭൂതയജ്ഞം. പഞ്ചഭൂതങ്ങൾ, ഈ ഭൂമി, ഈ സൃഷ്ടി പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അല്ലേ? ഓർമ്മയില്ലേ? ആകാശം, ജലം, വായു, ഭൂമി, അഗ്നി. ഇതിനെയാണ് നമ്മൾ പറയുന്നത് പഞ്ചഭൂതങ്ങൾ. ഈ 5 ഭൂതങ്ങൾ കൊണ്ട് കൂട്ടി കുഴച്ചിട്ടാണ് ഈ ഒരു ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രവീൺ ഭായിന്റെ ബോഡിയാണെങ്കിലും ഈ ബോഡി ആണെങ്കിലും ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഈ ലോകത്തുണ്ടോ? എല്ലാം. നമ്മൾ കുടിക്കുന്ന വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല നമുക്ക്. ഒരു 5 മിനിറ്റ് വായു ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ഈ ശരീരത്തില് പ്രാണനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ ഭൂമിയിലെ എല്ലാം ആസ്വദിക്കാൻ നമ്മളെ യോഗ്യരാക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ സേവകരാരാണ്? ഈ പഞ്ചഭൂതങ്ങളാണ്. പക്ഷേ ആ പഞ്ചഭൂതങ്ങളോട് മനുഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡ് ചിന്തിച്ചു നോക്കൂ. വായു മലിനീകരണം കൊണ്ട് ഇന്ന് നമുക്ക് കൊടയായിട്ട് കൽപ്പങ്ങളോളമായി താങ്ങി നിൽക്കുന്ന, യുഗയുഗാന്തരങ്ങളോളമായി നമുക്ക് കൊട പിടിച്ച് നിൽക്കുന്ന ആകാശത്തിനെ നമ്മുടെ അമിതമായിരിക്കുന്ന മലിനീകരണം കൊണ്ട് ഓട്ടയായിരിക്കുകയാണ്. ഞാൻ എവിടെയോ ഒരു ആർട്ടിക്കിൾ വായിച്ചത് ഓർമ്മിക്കുന്നുണ്ട്. ഒരിക്കൽ പേപ്പറിലാണ് കുട്ടികൾക്കുള്ള സ്റ്റഡി ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭൂമിക്ക് പനി പിടിച്ചു എന്ന്, ഗ്ലോബൽ വാർമിങ്. ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും മഞ്ഞുരുകാൻ തുടങ്ങിയിരിക്കുന്നു. ആ ഓസോൺ ലെയറിൽ ഓട്ട വന്നിരിക്കുന്നു. കൊട ഓട്ടയാക്കി ഭൂമിയെ പനി പിടിപ്പിച്ചു. ഇത്രയും വലിയ ഹോളുകൾ ഉണ്ടാക്കിക്കൊണ്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടി ഭൂമിയെ എന്തൊക്കെ നമ്മൾ ചെയ്യാനുണ്ടോ അതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഒരു ഘട്ടം സഹിക്കാനാവാതെ ഈ ഭൂമി ഒന്ന് ഇളകിയാൽ കഴിഞ്ഞില്ലേ എല്ലാം. എന്നിട്ടും അതൊന്നും ഓർക്കാൻ നമുക്കാവുന്നുണ്ടോ? ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രകൃതി നമുക്ക് യാതൊരു ഫീസും ഇല്ലാണ്ട് തന്നിരിക്കുകയാണ്. വെള്ളവും ഈ ആകാശവും വായുവും അഗ്നിയും ഒക്കെ. പക്ഷെ മനുഷ്യന്മാർ ബോട്ടിലാക്കിയിട്ട് വെള്ളത്തെ വിറ്റ് കാശുണ്ടാക്കും. പ്രകൃതി തന്ന സ്വതന്ത്രമായിട്ടുള്ള സ്വത്തിനെ അതിനും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ചിന്തിച്ചു നോക്കൂ. എല്ലാ വെള്ളവും മലിനീകരിച്ചു. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുപ്പിയിലാക്കി വാങ്ങിച്ച് കാശുണ്ടാക്കാൻ നോക്കും. അതിൽ നിന്നും കുറച്ച് കഴിയുമ്പോൾ വായു ബോട്ടിലും വാങ്ങേണ്ടി വരുന്ന തോന്നണം നമുക്ക്, ഓക്സിജൻ ബോട്ടിൽസും അല്ലേ? അത്രയും സീരിയസ് ആയില്ലേ? അതുകൊണ്ട് ഈ എല്ലാ അവസ്ഥകളെ ഇത് മാറ്റിക്കൊണ്ട് പഞ്ചഭൂതങ്ങളോളതായ യജ്ഞം എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഒരു മരം നട്ടാൽ ഒരു വലിയ പുണ്യകർമ്മമാണ് ചെയ്യുന്നത്. ഭൂമിക്ക് ഓക്സിജൻ കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ തത്വങ്ങളുടെ സംരക്ഷണം നമ്മുടെ കർത്തവ്യമാണ്. വായുവിനെ, ജലത്തിന്, ഈ അന്തരീക്ഷത്തിന്, ആകാശത്തിന്, ഭൂമിയെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തന്നതിനേക്കാൾ നന്നായി തിരിച്ചു കൊടുത്തിരിക്കണം. അതിൻ്റെ പേരാണ് ഭൂതയജ്ഞം. പിന്നെ ഒന്ന് ഈ രീതിയിലൊക്കെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാനവസേവ, മാധവസേവ എന്ന് പറയും. എൻ്റെ കർമ്മം കൊണ്ട് മറ്റവർക്ക് സുഖം കൊടുക്കാൻ ജീവിച്ച അതിൻ്റെ പേര് മാനവയജ്ഞം. ഓക്കെ. അപ്പോൾ ഈ മാനവയജ്ഞം എന്ന് പറയുന്നത് എല്ലാം രീതിയിലും നമ്മൾ മറ്റുള്ളവർക്ക് സഹയോഗം, നമ്മുടെ സഹയോഗി ജീവികൾക്ക് സുഖം കൊടുക്കാൻ വേണ്ടി ജീവിക്കുന്നത്. ഇപ്പം നേരെ തിരിച്ചാണ് ആളുകൾ ചെയ്യുന്നതും. എങ്ങനെയുണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും കൂടുതലുള്ളത്. എല്ലാവരും എന്ന് പറയുന്നില്ല, ഒരു പരിധി വരെ. അപ്പം എന്തായാലും ആ യജ്ഞങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ പൂർത്തിയാക്കി. നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇതോടെ പൂർത്തിയാവുകയാണ്. വളരെയധികം ഗംഭീരമായൊരു അറിവായിരുന്നു. അതായത് എനിക്കും ഒരു പുതിയ അറിവ് തന്നെയാണ്. എത്രയോ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഇനിയും ഇതിനെ ആഴത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു അറിവാണെന്ന് എനിക്ക് തോന്നുന്നു.
നമ്മുടെ പ്രേക്ഷകർക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും എന്ന് 100% ഉറപ്പാണ്. ഇത്രയും നല്ല അറിവുകൾ തന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റർക്ക് ഒരുപാട് നന്ദി. ഓം ശാന്തി. ഓം ശാന്തി. ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം, മാനവയജ്ഞം തുടങ്ങിയ ഈ പഞ്ചമഹായജ്ഞങ്ങൾ തീർച്ചയായും നിങ്ങളും ജീവിതത്തിൽ പകർത്തേണ്ടത് തന്നെയാണ്. മഹാഭാരതം എന്ന ഇതിഹാസത്തിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കെ ഒരുപാട് അറിവുകളും മുത്തുകളും രത്നങ്ങളുമെല്ലാം നമുക്ക് പെറുക്കിക്കൊണ്ടിരിക്കാം. എല്ലാ അറിവുകളും ഞങ്ങൾ നിങ്ങൾക്കായി തുറന്നു വച്ചിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ അറിവുകളുമായി നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.